ഹലോ പ്രിയപ്പെട്ടവരെ, എമ്പുരാൻ സിനിമ ആരാധകർ ഒരുപാട് വെയിറ്റ് ചെയ്ത് വളരെ വലിയ ഹൈപ്പിലെത്തുന്ന പടം ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലേറ്റായി മോഹൻലാൽ വന്നാലും സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു മോഡ് വേറെ ലെവലിലേക്ക് പടത്തിനെ കൊണ്ടുപോവുകയാണ്. ലൂസിഫറിന് മുകളിൽ നിൽക്കുന്നു എന്നാണ് പല ആരാധകരും പ്രതികരിക്കുന്നത്. കൂടാതെ തകർന്നു കിടന്ന മലയാളത്തിന് ഒരു പുനർജന്മം നൽകുന്ന മൂവിയെന്നും പറയുന്നവരുണ്ട് കേട്ടോ. ചിത്രത്തിൽ ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെത്തുമ്പോൾ അതിനെ രക്ഷിക്കാനെത്തുന്ന എബ്രാം ഖുറേഷി. ബാക്കി നിങ്ങൾ സ്ക്രീനിൽ കണ്ടു തന്നെ അറിയണം കേട്ടോ. കഴിവതും സ്പോയിലർ ഇല്ലാതെയാണ് നമ്മൾ പോസ്റ്റ് റിവ്യൂ പറയുക, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ. എന്തായാലും മലയാളത്തിൻ്റെ ഓൾ ടൈം റെക്കോർഡ് തന്നെ പൊട്ടിച്ചുകൊണ്ടാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ഒട്ടനവധി സസ്പെൻസുകളാണ് ഡയറക്ടർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെല്ലാം മൂന്നാം ഭാഗത്തിലേക്ക് വഴി തുറക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യത്തുകൂടിയും സിനിമ നീങ്ങുന്നുണ്ട്. കണ്ടിറങ്ങിയവരെല്ലാം തന്നെ ഒരു പ്രത്യേക ഫീലിലാണ് തിയേറ്റർ വിട്ടിറങ്ങുന്നത്. ഇപ്പോൾ 80 കോടിക്ക് മുകളിൽ റിലീസിന് മുന്നേ തന്നെ ചിത്രം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഹൈപ്പ് ആരാധകർ നൽകി. പക്ഷേ അതിന് മുകളിൽ പടമുണ്ടെങ്കിലോ? അതെ, അങ്ങനെ തന്നെ വേണം പറയാൻ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചെറിയ മോഹൻലാൽ ഫാനുണ്ട്. അതിനെ തിരികൊളുത്തിയെടുക്കുന്ന ഒരു പടം തന്നെയാണ് എമ്പുരാൻ. പ്രതീക്ഷകൾ കൊടുത്തെന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് മുകളിൽ ചിത്രം പോയാൽ എന്താ ചെയ്യുക? കണ്ട ആളുകൾ വീണ്ടും വീണ്ടും കാണാൻ ശ്രമിക്കുകയാണ്. കൂടാതെ സിനിമയിലേക്ക് നോക്കിയാൽ സംഘട്ടന രംഗങ്ങളും മേക്കിങ്ങുമെല്ലാം ഹോളിവുഡ് ലെവലിൽ എത്തിയിട്ടുണ്ടെന്നാണ് ആരാധകർ ഉൾപ്പെട്ട സിനിമ ആസ്വാദകർ പറയുന്നത്. മലയാള സിനിമയ്ക്ക് മുകളിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാനുള്ള വക സിനിമയുടെ ഡയറക്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിലനിർത്തിയിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ആക്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മികച്ച ദൃശ്യവിരുന്നാണ് ആരാധകർക്കായി നിർമ്മാതാവ് ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണെന്നാണ് ആരാധകരുടെ അഭിപ്രായം. എമ്പുരാൻ അവസാനിക്കുന്നത് അടുത്ത ഘട്ടമായ L3യിലേക്കുള്ള ഒരു വഴി വെട്ടിക്കൊണ്ടാണ്. കൂടാതെ സിനിമയിൽ ഒട്ടനവധി പുതിയ ആക്ടേഴ്സിനെയും ഡയറക്ടർ കൊണ്ടുവരുന്നുണ്ട്. ഇതിനോടകം പ്രീസെയിൽ ഉൾപ്പെടെ 80 കോടിക്ക് മുകളിൽ ചിത്രം നേടിയിട്ടുണ്ട്. ഇപ്പോൾ എമ്പുരാൻ ആരാധകർ L3ക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. പുതിയ ക്യാരക്ടേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു പേസിനെ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചിത്രത്തിൽ മോഹൻലാലിന് പുറമെ പൃഥ്വിരാജും പ്രധാന വേഷങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്